ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ദാ മോനാട്ടോ. ഓന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റൂമിക്ക് കേറിയതാണ്. അപ്പൊ ഞാനീ വന്നത് എന്താന്ന് വെച്ചാല് ഇന്ന് സെമിറാന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇടാൻ പറ്റൂല കേട്ടോ. അപ്പൊ അതിന് പകരമായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ നനച്ചുളി പരിപാടിയിൽ നിന്നിട്ടോ. അപ്പൊ അതൊക്കെ കൂടെ കഴിഞ്ഞപ്പോ തന്നെ ഇടാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നാ വീടിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടോ. ഇത് വ്യാസ്കാക്കാന്റെ ഡ്രസ്സ്, എന്റെ ബാഗ്, അതുപോലെ മോന്റെ ബെൽറ്റും കാര്യങ്ങളും, പിന്നെ ഉമ്മന്റെ തൊട്ടി. അത് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കില് ഓനയിമ ആടുട്ടാതാ. ഞാൻ നോക്കട്ടെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങടാ ഓൻ ഓരോ സംഭവങ്ങൾ വലിച്ചു വാരിയിട്ടുങ്ങാണ്ടാട്ടെ ഏത് സമയവും. അപ്പൊ ഇതാണ് ഞങ്ങൾ കിടക്കണ റൂം കേട്ടോ. ഇനി അടുത്തത് കൊലായിയാണ് കേട്ടോ. കൊലായി എന്ന് പറഞ്ഞാല് ഓപ്പൺ ഉള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ വാതില് ഉണ്ട്. ഇങ്ങനെയാണ് പുറത്തേക്ക് വരിക. ഇതൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും. കണ്ടോ? എന്റെ വീഡിയോയിലൊക്കെ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുതരാം, ഞങ്ങള് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ സ്ഥലം പല ആൾക്കാരും ചോദിക്കലുണ്ട്. എന്റെ സ്ഥലം മലപ്പുറം വളാഞ്ചേരിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ടേബിള്, കസേര, പിന്നെ ഫ്രിഡ്ജ്, പിന്നെ ഫ്രിഡ്ജിന്റെ മേലെ പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങള്, അത് പിന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ നേരാക്കി ഇപ്പൊ നനച്ചുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ടാട്ടോ അതും അധികം സാധനങ്ങളൊന്നും ഇല്ലാത്ത. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പണ്ടോ ചുമന്റെ മരുന്ന്, ചാവി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിന്റെ മോന്റെ 1ാം ക്ലാസ്സിലെ ഫോട്ടോ ആണ് കേട്ടോ. അതില് എന്താ നിക്കണോന് അവിടെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ വെച്ചതാണ്. എന്താ പറയാ, നീ ഇത് ചെയ്യണം, എന്താ പറയാ, ഇപ്പൊ നമ്മള് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്, അത് വർക്ക് ചെയ്യൂല. പിന്നെ ഒരു ഷോക്കേസ്, അവിടെ പിന്നെ കുറച്ച് ഗ്ലാസും പാത്രങ്ങളും ഇതൊക്കെ തന്നെയാണ്. പിന്നെ മോന്റെ മരുന്ന് സ്ഥിരമായിട്ട് എടുക്കണതായതുകൊണ്ട് അത് അവിടെ വെച്ചിട്ട്. പിന്നെ ഉള്ളതാണ് എന്റെ ബെസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് വന്ന് നോക്കിങ്ങാണ്ട് പോകും. ഇത് എനിക്ക് കിട്ടിയ ഈ യൂട്യൂബിൽ ഞാന് എന്ന് മുതലാണോ ഞാൻ തുടങ്ങിയത് അന്ന് മുതൽ എനിക്ക് കിട്ടിയ ഓരോ അവാർഡും കേട്ടോ. WCCന്റെ അവാർഡ് ഇക്കാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രീം ക്രിയേഷൻ, പിന്നെ ഡെലീഷ്യ ലൈവ് കേക്ക്, പിന്നെ ആവാഫി റെസ്റ്റോറന്റിന്റെ ഒന്ന്, പിന്നെ എന്റെ കയ്യിന്റെ ഓപ്പണിങ്ങിന്റെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചേണ്ടത്. പിന്നെ ഞങ്ങളെ 2 ഫാമിലി ഫോട്ടോ. ഇതാണ് കേട്ടോ ഫോട്ടോസ്. ഇതൊക്കെ ഞാൻ ഇടക്കിടക്ക് വന്ന് നോക്കണ സംഭവങ്ങളാട്ടോ. പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ട്, പിന്നെ എന്റെ ചിയാസീഡ്, പിന്നെ ഓരോ മരുന്നും കാര്യങ്ങളും, പിന്നെ എന്റെ കുട്ടിയുടെ ബമ്മക്കുട്ടി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ അടുത്ത റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുത്ത റൂം. ഇവിടെയൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന ട്രൈപ്പോഡ്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊട്ടയിലാണ് കേട്ടോ. ഇത് വന്നിട്ട് വലിച്ചു വാരിയിട്ടതിന്റെ അടയാളാണ് ഇപ്പൊ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ട്, കട്ടിലുമ്പോ ബെഡൊന്നും ഇല്ല കേട്ടോ. പിന്നെ റാക്കിന്റെ മുകളിലൊക്കെ അല്ലറ ചില്ലറ പുതപ്പും സാധനങ്ങളൊക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിക്കുക. പിന്നെ റിയാസ്കാന്റെ ഡ്രസ്സ് ഹാങ്കറുമ്മേ, പിന്നെ ഞങ്ങളെ കുറച്ച് മരുന്നും ഇതും കാര്യങ്ങളൊക്കെ അവിടെ. പിന്നെ ഫൗണ്ടർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു മക്കൾ അവിടെ ഇങ്ങനെ തുല്ലുമാട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ നേരെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാല് ഇതാണ് കേട്ടോ അടുക്കള ഭാഗം. ഇതാണ് അടുക്കള വരുന്നത്. ഈ സീറ്റൊക്കെ പെട്ടതാട്ടോ. ആദ്യം ഉണ്ടായിരുന്നത് ആ മുകളില് ആ വിരിച്ചിട്ടുണ്ടായിരുന്ന, അത് ഞങ്ങള് വന്ന ഉടനെ ചെയ്തതാട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ ഇട്ടിരുന്നതൊക്കെ കീറി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അടിയിൽ വേറെ കൊടുത്തിട്ട് അതും വിരിച്ച്. പാത്രങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടുള്ള സ്ഥലത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. ഇത് പിന്നെ ഞാൻ പാത്രം കഴുകിയിട്ട് ഇപ്പൊ കൊടുന്ന് വെച്ചതാണ്. അതിന് വെള്ളം തോന്നിട്ട് കൂടിന്റെ അടിക്ക് വെക്കും. ഇങ്ങനെ ഇതാണ് എന്റെ അടുക്കള. കൊറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ, ഒന്ന് വൃത്തിയാക്കി കൂടെ, വൃത്തിയാക്കി കൂടെ. വൃത്തിയാക്കാൻ പറ്റണ
പറ്റോടത്തോളം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കിണറാണ് കേട്ടോ. ഇവിടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങണോടത്ത് തന്നെ കിണറാണ്. പിന്നെ അവിടെങ്കിലും പാത്രം കഴുകണമൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ ചാക്കും അതില് കുറെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ കവറും അതൊക്കെ ഉണ്ട് ഈ ചാക്കിലൊക്കെ ഉള്ളത്. അതൊക്കെ ഇനി ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകും. പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഈ ചാമ്പമരം കണ്ടോ. ഇവിടെ നിൽക്കിയത് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യല്. അപ്പൊ അങ്ങനെ ഇത്ര ഉള്ളൂട്ടോ വീഡിയോ. അപ്പൊ ഇതുള്ളൂട്ടോ വീഡിയോ. വീടിന്റെ ഉൾഭാഗം കുറച്ച് കാണിച്ചു തരാന്ന് വിചാരിച്ചു. എന്തായാലും നനച്ചുലൊക്കെ കഴിഞ്ഞാൽ അപ്പൊ നനച്ചുലിയുടെ വീഡിയോ ഒന്നും എടുക്കാക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കൊറേ നേരാക്കണ്ടായിരുന്നു. വീഡിയോ എടുക്കലും നേരാക്കലും ഒക്കെ കൂടെ നടക്കാത്ത കാരണം ഞാൻ അങ്ങനെ എന്താ പറയാ ഇപ്പൊ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നാളെ എന്തായാലും ഇൻഷാ അല്ലാഹ് സെമീറാന്റെ എപ്പിസോഡ് 3 ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് മെയിൻ ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാരും കണ്ട് കമന്റ് ചെയ്യാ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എന്തായാലും സെമീറ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും കണ്ട് കമന്റ് ചെയ്യാം.